ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ജിമ്മിൻ്റെ മേലെ ഇരുന്നിട്ട് പുറത്തെ വ്യൂ ഒക്കെ നോക്കിയിട്ട് ഇരിക്കുകയായിരുന്നു ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും അടി പോയി ഇനി കുറച്ചു നേരം അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ ഗൈസ്, ഞാൻ ഇന്നലെ ഒരു റിപ്പോർട്ട് കേട്ടിരുന്നു. നമ്മളെ പോലീസ് സ്റ്റേഷനിലുണ്ടല്ലോ പുതിയൊരു ബുഗാട്ടി പോലീസിൻ്റെ ബുഗാട്ടി ഉണ്ടല്ലോ, ഗോൾഡൻ ബുഗാട്ടി ഇറങ്ങിയിട്ടുണ്ട് ഇത്ര ഗൈസ്. അത് സൂപ്പർ കാറാണ്. ഇവന്മാരെന്തിനാണ് ഗോൾഡൻ ബുഗാട്ടിയൊക്കെ ഇറക്കിയത്? നമുക്ക് ഇന്ന് സ്റ്റീൽ ചെയ്തെടുക്കണം ഗൈസ്. കാരണം ഗോൾഡാണ് സംഭവം. അതിൻ്റെ ഡോറൊക്കെ എടുത്ത് സെയിലാക്കിയാൽ നല്ല ക്യാഷ് കിട്ടും ഗൈസ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മളെയൊക്കെ ഉള്ളത് ഈ ഫോർച്യൂണറാണ്. നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അയിമത്തെ ഗോൾഡൊക്കെ വിറ്റ് നമ്മൾ ഫോർച്യൂണറൊക്കെ ഒരു ഗോൾഡൻ ആക്കണം. ഓക്കെ, ബുഗാട്ടി ഒരു 2 സീറ്റർ അല്ലേ? നമുക്കൊരു അതന്നെ, ഇതിൽ എത്ര സീറ്റ് ഉണ്ട്? ഇത് ഫോർച്യൂണർ ലെജൻഡറാണ്. ഇത് കുറേ സീറ്റ് ഉണ്ട്. ഇതിന് എത്ര സീറ്റാന്ന് വെച്ചാൽ 6 സീറ്റർ വണ്ടി തോന്നുന്നു, ബാക്കിലും ഉണ്ട്. ഇതൊക്കെ ഒരു ഫാമിലി യൂസിങ് കാറാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ സീനില്ല. മറ്റേ സൂപ്പർ കാറാണ്. നമ്മളെ ഇവിടെ ആൾക്കാർ കൂടുതൽ സൂപ്പർ കാർസ് ആണ് കേട്ടോ ഉപയോഗിക്കാറ്. ലംബോർഗിനി. നമ്മൾ മാത്രമാണ് ഈ ഫോർച്യൂണർ ഉപയോഗിക്കുക. അപ്പം നമുക്കൊരു ചേഞ്ച് വേണ്ടേ ഗൈസ്? നമുക്കൊരു ലംബോർഗിനി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ ബുഗാട്ടി കണ്ട് ഇടിച്ചു കൊണ്ടുവരിക. അല്ലാണ്ട് മേടിക്കലൊന്നും എന്നെ കൊണ്ട് നടക്കൂല. കണ്ട ഗൈസ്, ഇപ്പം തന്നെ ഒരുത്ത ലംബോർഗിനി ആയിട്ടാണ് പോണത്. നമ്മളെ വീടുണ്ടെന്നുള്ളൂ. നമ്മളൊരു പാവപ്പെട്ടവനാണ് ഗൈസ്. എന്ത് ചെയ്യാനാണ്? നമ്മളെയൊക്കെ ആകളി ഒരു ഫോർച്യൂണർ ലെജൻഡറാണ്. നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഉണ്ടാന്ന് നമുക്ക് നോക്കാം കേട്ടോ ഗൈസ്. ഗൈസ്, നമുക്കൊരു കേസ് കൊടുക്കാൻ പോണ ആളെ പോലെ പോവാട്ടോ. ഇത്തിരി മെല്ലനൊക്കെ കണ്ട് കയറി പോവാ. നമ്മൾ ഈ ഗൈസ്, അവിടെ ഒരു ബുഗാട്ടി കിടക്കുന്നുണ്ട്. എന്താ ബ്ലാക്ക് കളറ്? ഗോൾഡനാന്നും പറഞ്ഞിട്ട് ഉമ്മമാരെന്താ ബ്ലാക്ക് കളറാക്കി വെച്ചിട്ടിരിക്കണ്? കൊന്നിന് കാർബൺ ഫൈബർ ആക്കി ഉണ്ടാവും. നമുക്ക് എന്തായാലും നമ്മളെ വണ്ടി ഇവിടെ ഇടാം, ഫോർച്യൂണർ. ഇതൊന്നിട്ട് ഗൈസ്, ഗോൾഡനാന്ന് പറഞ്ഞ എനിക്ക് റോങ് ആയിട്ട് കിട്ടിയ ന്യൂസാന്നാ തോന്നണേ. ഗോൾഡൻ അല്ല ഗൈസ്, അത് ഒരു ബ്ലാക്ക് ആണ്. ഇനി കാർബണാന്ന് എനിക്കറിയില്ല കേട്ടോ. പോലീസുകാരല്ലേ, ചിലപ്പോൾ കാർബൺ ഫൈബർ ആവും. ഇവിടെ 2 സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. ഈ വണ്ടി ഇവിടുന്ന് സ്റ്റീൽ ഇത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇത്തിരി റിസ്ക് ഉള്ള കേസ് തന്നെയാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ കേസ് കൊടുക്കാൻ നമ്മളെ പോലെ നിൽക്കാട്ടോ. വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടിരിക്കുകയാണ്. കുന്നുമ്പന്മാരെ എവിടേക്കെങ്കിലും പോകാൻ വേണ്ടി നിൽക്കുകയെന്ന് തോന്നണേ. ഇതിൻ്റെ ടൈൽ ലാമ്പ് കണ്ട ഗൈസ്, ഒരു സി ഷേപ്പിലൊക്കെ ഇരിക്കണ പോലത്തെ ടൈൽ ലാമ്പാണ്. ഇതിൻ്റെ എക്സോസ്റ്റ് സീൻ തന്നെയാണ് കേട്ടോ. ബൂട്ട് സ്പേസ് ഒന്നും ഇല്ല തോന്നുന്നു ഇതിന്. മോനെ, അതിന് ഇൻറ്റീരിയർ ഒക്കെ കാണണമെന്നുണ്ട്. നമുക്ക് ഇനി ഇവിടുന്ന് വേറെ പോവുക ഗൈസ്. വണ്ടി ഇപ്പോൾ എവിടെ ഇരിക്കണമെന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. നമുക്ക് വെപ്പൺസ് എടുത്ത് കൊടുത്തിട്ട് ഇവന്മാരെ ഫയറിങ് കണ്ട് തുടങ്ങാം. നമ്മളെ വീട് തൊട്ടപ്പുറത്ത് തന്നെയാണ്. എന്നാലും നമുക്കിപ്പോൾ ഇവിടുന്ന് പോവാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം. വണ്ടി ഇരിക്കണ സ്ഥലം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ വെപ്പൺസിൻ്റെ കാറിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ അത് എടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടി ഇവിടെ ഇടാം, വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. നമുക്ക് ഇവിടെ കുറേ വെപ്പൺസ് ഉണ്ട്. ആദ്യം നമുക്ക് വിസയിൽ എടുക്കാം. വിസയിലല്ല, RPG എടുക്കാം. ചെറിയൊരു പ്രശ്നമുണ്ട് ഗൈസ്. നമ്മളെ വണ്ടി ഇത്തിരി കൂടി അടുപ്പിച്ചിട്ടിട്ട് നമുക്ക് വണ്ടിയുടെ മുകളിൽ കയറി നിന്നിട്ട് അവരെ കാണുന്നുണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട്. അധികം അടുപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ പിന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇത്തിരി ചണ്ടിടാം. ഓക്കെ, എങ്ങനെ മതി, ഇറങ്ങാൻ പറ്റും. ഇതെന്ത് ഗൈസ്, നമ്മളെ വണ്ടിയുടെ ഡോറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇതെന്തുണ്ടായി? ഡോറൊക്കെ ഒരുമാതിരി അളകിയ പോലെ ഇരിക്കണ്. ഇത് കയറാൻ പറ്റുന്നില്ല. ഇതെന്തുട്ടത് ഗൈസ്, കയറാൻ പറ്റണില്ല. നമുക്ക് നമ്മളെ വണ്ടിയുടെ മുകളിൽ തന്നെ കയറാൻ പറ്റുന്നില്ല. എന്തിപ്പോൾ ചെയ്യുക? ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് പറ്റും. അയ്യോ, പോലീസുകാർ നമ്മൾ നേരിട്ട് കാണൂട്ടോ. ഇതാ പോയി. ഇതെന്തൊക്കെയായി നടക്കുന്ന ഗൈസ് ഇവിടെ? മര്യാദക്ക് അവിടെ തന്നെ നിന്നാ മതിയായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. അവന്മാരെന്തായാലും നമ്മളെ കണ്ടിരിക്കണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം. നമ്മളെ ഈ ഒരു
ഇതെടുത്തിട്ട് നമുക്ക് അവന്മാരെ മണ്ടൊക്കെ ഇട്ടിട്ട് തന്നെ പൂശ ഹെഡ് ഷൂട്ട് അടിക്കുക. ഇതെന്തിട്ട് ഗൈസ്, ഇതെന്ത് കാറ് വെറുതെ അങ്ങോട്ട് പോണ്. ഇനി കയറാൻ പറ്റും നമുക്ക് കാറിന് മുകളിൽ? ഞാൻ ഇതിന്റെ മുകളിൽ കയറിയിട്ടുള്ള ടൈമാളെന്ന് തോന്നുന്നു. വേണ്ട, നമ്മളെ ഇതെടുത്ത് സ്നൈപ്പർ എടുക്കുക. ഒരുത്തന്റെ മേലെ ഒരുത്ത അവിടെ നിൽക്കുന്നുണ്ട്. ഇവനിട്ടിട്ട് തന്നെ ആദ്യം നമുക്ക് പൂശ ഗൈസ്. ഇവന്റെ കയ്യിലൊക്കെ ഗണ്ണുണ്ട്. ഓ ഇതെന്താണ് ഗൈസ്, ഇവന്മാർ ചാവുന്നില്ല, ഇവന്മാർ ചത്തില്ല ഗൈസ്. എങ്ങനെയാലും ഇവന്മാരെ മുന്നിലൊന്ന് പിടിച്ച് കണ്ടു നോക്കട്ടെ. ഇതെന്തിട്ട് ഗൈസ്, ഇവന്മാർ ചാവുന്നില്ല. ഞാൻ ചാവൂലോ. ഓ ഗൈസ്, ഭാഗ്യമുണ്ട്. ഞാൻ അവിടെ പോലീസുകാരൊന്നും ഇല്ല തോന്നുന്നു. വേഗം ഓട്ടാ, ബുഗാട്ടി എടുക്കുക, സ്ഥലം വിടുക, അത്ര ഉള്ളോ. അയ്യോ ഗൈസ്, ബാക്കിൽ പോലീസുകാരന്മാരാകെ വരൽ തുടങ്ങിയിട്ടുണ്ട്. ആകെ സീനാണ്. നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിലത്തെ എല്ലാത്തിനെയും നമ്മൾ തീർത്തിട്ടുണ്ട്. വണ്ടിയുടെ ഉള്ളിൽ ഓൾറെഡി കീയും ഉണ്ട്, സ്റ്റാർട്ടാക്കിയിട്ടിരിക്കുന്നു വണ്ടി. നമുക്ക് ഈ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ നേരെ ഇവിടുന്ന് സ്ഥലം വിടാം. പോലീസുകാരൊക്കെ കണ്ടാക്കി എടുക്കുന്നു. നോക്കിയേ, മാർക്ക് മാർക്ക് മാർക്ക്. ഓ ഇതെന്താ? ഓ ഗൈസ്, എനിക്ക് എന്താ പറ്റിയെന്നറിയില്ല. എന്തോ വണ്ടി ഇടിക്കണ പോലൊക്കെ തോന്നി. അറിയില്ല, ചിലപ്പോ പോലീസുകാരന്മാരെന്തെങ്കിലും കാട്ടിണ്ടാവും ഗൈസ്. ഇതെന്താണ് ഗൈസ്, നമ്മളെ ബുഗാട്ടിക്ക് എന്താ പറ്റിയേ? നമ്മളെ പോലീസുകാരൊന്നും ചെയ്തൂലേ, നമ്മളെ ബുഗാട്ടി ഇവിടെ നിർത്തി കൊണ്ടുപോയൂല. അപ്പൊ അവർ ഈ വണ്ടിമേ ഒപ്പിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളെന്തോ കൊല്ലാനൊക്കെ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വണ്ടിയൊക്കെ ഈ മാതിരി അവസ്ഥ. നമുക്കതിൽ വണ്ടി എടുത്ത് റിപ്പയർ ചെയ്യാൻ കൊണ്ടുകൊടുക്കാം. എനിക്ക് എന്താ ഉണ്ടായെന്ന് പോലും അറിയില്ല സത്യം പറഞ്ഞാൽ. എന്തോ കുഴഞ്ഞു വീണ പോലെ തോന്നി ഗൈസ്. നമ്മളെ വണ്ടിയുടെ ബമ്പർ പോയിട്ടുണ്ട്. സീനില്ലേ, നമുക്ക് ഏതായാലും സ്റ്റോക്ക് ബമ്പർ ഉണ്ടെങ്കിൽ എടുത്ത് വിടാം. വണ്ടി ഓടുന്ന തന്നെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ അടുത്ത് തന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ നമുക്ക് വണ്ടി കൊണ്ടുപോയി ഇടാം. എനിക്ക് എന്താ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല ഗൈസ്. നമ്മളവിടെ എടുക്കുന്ന വണ്ടിയിൽ പെട്ടെന്ന് എന്തോ ഉണ്ടായിട്ട് നമ്മൾ ബോധം കെട്ട് വീണ പോലെ ഓർമ്മ ഉണ്ട്. പിന്നെ എന്തുണ്ടായെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മളെ വണ്ടി കത്തു ഗൈസ്. ഇപ്പുറത്തെ ഡോറിന്റെ ഗ്ലാസ് ഒക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. വണ്ടിക്കും മൊത്തം പണി കിട്ടിയിട്ടുണ്ട്. നമ്മളെ വർക്ക്ഷോപ്പ് ഇവിടെ എവിടെ ആയിട്ടാണ് വരുന്നത്. ഈ ഭാഗത്ത് എവിടെ കൊണ്ടായിട്ടാണ് ഗൈസ് നമ്മളെ വർക്ക്ഷോപ്പ് വരുന്നത്. നമ്മളെ നാട്ടിലും കുറെ ബുഗാട്ടി ഒക്കെ ഉണ്ട്. ബട്ട് ആ ബുഗാട്ടിനെക്കാട്ടൊക്കെ ഇത്തിരി റയറാണ് ഈ ബുഗാട്ടി. അതുകൊണ്ടാണ് ഇവന്മാരെന്തോ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട് ഗൈസ് ഇതുമേ. ഒന്നാമത് ഇത് കാർബൺ ഫൈബർ ബുഗാട്ടിയാണ്. നമുക്കിതിൽ വണ്ടി ഇവിടെ ഇട്ടിട്ട് നമുക്ക് റിപ്പയറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പോവുക ഗൈസ്. ഇനി എത്ര ദിവസം പിടിക്കോ എന്തോ ഇതൊക്കെ റിപ്പയർ ചെയ്ത് കിട്ടണമെങ്കിൽ ഗൈസ്. ഇപ്പൊ നമ്മളിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വരാനാണ് നമ്മള് ആശാൻ പറഞ്ഞത്. ഇപ്പൊ ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി ഇവിടെ റെഡി ആയിട്ട് കിടക്കുന്നുണ്ട്. അതെന്താണ്? ഓക്കെ, നമ്മളെ വണ്ടി ഇപ്പൊ സീരൊന്നുമില്ല കേട്ടോ. നമ്മളെ വണ്ടി ഇപ്പൊ റെഡി ആയിട്ട് കുട്ടപ്പനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മള് ബമ്പറൊക്കെ ആള് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇതായിരിക്കുന്ന ലുക്ക് കണ്ടില്ലേ. പോലീസുകാർ പിന്നെ ഇതിന്റെ കാര്യം മറന്നു തോന്നുന്നു കേട്ടോ. ഈ വണ്ടി തന്നെ ഇപ്പൊ അവര് ആലോചിക്കണില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കേസിന് അവർ ഓടിപ്പാഞ്ഞ് നടക്കും. അപ്പൊ അങ്ങനെ ഓർമ്മയില്ലാണ്ടിരുന്നാ മതി. നമുക്ക് ഇനിയിപ്പോ ഈ വണ്ടിയുടെ കളറ് മാറ്റണമല്ലോ. നമുക്ക് എന്ത് കളറാ കൊടുക്ക? അല്ലെങ്കിൽ ഈ കളറിനെ കണ്ടാൽ ചിലപ്പോ ഈ പോലീസുകാർ പൊക്കും. കാരണം നമുക്കൊരു റെഡ് കളറൊക്കെ വെറൈറ്റി കളർ അടിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ സാധാ ഈ നാട്ടിൽ പോകുന്ന ബുഗാട്ടി വിചാരിച്ചോളും. നമുക്കിന്ന് കളറും കൂടി ഉണ്ട് ചേഞ്ച് ചെയ്താലോ ഗൈസ്. കളറും കൂടി ഉണ്ട് ചേഞ്ച് ചെയ്താ ഗൈസ്. അല്ലെങ്കിൽ ഇപ്പൊ ശരിയാവൂല. അല്ലെ പോലീസുകാരന്മാർ പൊക്കിയ വീണ്ടും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോ കുറച്ചേരം ഇവിടെ വെയിറ്റ് ചെയ്തപ്പോ നമ്മളെ വണ്ടി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മള് കളറല്ല കേട്ടോ അടിച്ചത്. നമ്മൾ റാപ്പ് ചെയ്ത് നമ്മളെ വണ്ടി മൊത്തം റാപ്പ് ചെയ്ത്. കളർ അടിക്കണമെങ്കിൽ നല്ല റാപ്പ് ചെയ്യാണ്. ആഴ്ച വേഗം പണി തീരു, നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും. നമുക്ക് ഇനി വണ്ടി എടുത്തിട്ട് നേരെ നമ്മളെ വീട്ടിലോട്ട് പോവാം. നമ്മളിനി വീട്ടിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം, വണ്ടി ഇടിച്ച പണി പാടും. കാരണം നല്ല ക്യാഷും കാര്യങ്ങളൊക്കെ ഇതിൽ ചിലവായിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ കാണുന്ന പോലെ നല്ല അത്യാവശ്യം ക്യാഷും കാര്യങ്ങളൊക്കെ ഇതിൽ പൊട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 ലക്ഷത്തോളം ബമ്പറിന് വരെ വന്ന്. അപ്പൊ ഈ വണ്ടിയുടെ വില നിങ്ങൾക്ക് നോക്കാവുന്നുള്ളോ? ഒന്നും പറ്റിയില്ല, നോക്കണ്ട. ഇതാണ് പ്രശ്നം ഗൈസ്. എന്റെ കയ്യിൽ ഇങ്ങനത്തെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഇത്ര വിലയുള്ള വണ്ടികളൊന്നും ഞാൻ ഓടിക്കരുത്. ഇത്ര വിലയുള്ള വണ്ടികളൊക്കെ ഓടിച്ചാൽ അതിനാട്ടി വണ്ടിയുടെ വിലയിലാട്ടിയും കൂടുതൽ വില ഞാൻ ആക്കിയേക്കും. കാരണം അതിന്റെ ഒരു പാർട്സ് കിട്ടത്തിരി
ക്ഷാമൊന്നുമില്ല, എന്നാലും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഒപ്പിച്ച് വരുന്ന കാരണം നല്ല ക്യാഷും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഞാൻ വരാനും നല്ല ഡിലേ ആവും. അതുകൊണ്ടാണ് ഗൈസ് എനിക്ക് 1 വീക്ക് പിടിച്ചിട്ടാണ് ഈ വണ്ടിയിൽ ഇങ്ങനെ ആക്കി കിട്ടിയത്. ഇപ്പോൾ റാപ്പിംഗ് ഒക്കെ ഇന്ന് തന്നെ കഴിഞ്ഞ്, അത് പിന്നെ സീനില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു 12 മണിക്കാണ് വണ്ടി എടുക്കാൻ പോയത്. ഇപ്പോൾ ഞങ്ങൾക്ക് വെച്ച ടൈം 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ റാപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വണ്ടി ഇപ്പോൾ എവിടെ വെക്കാം ഗൈസ്? വീടിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റുമോ? നല്ല വിലയുള്ള വണ്ടിയാണ് ഗൈസ്, നിങ്ങൾക്ക് അറിയാവുന്നല്ലേ ബുഗാട്ടിയുടെ ഒരു റേഞ്ചൊക്കെ. നമുക്ക് അങ്ങനെ ഒരു വണ്ടി വീടിൻ്റെ ഉള്ളിൽ കയറ്റിയിടാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. പുറത്തിടരുത്, ശരിയല്ല. കാരണം പോലീസുകാരാണ് ആൾക്കാർ, ചിലപ്പോൾ അവരൊന്ന് ചുരണ്ടിയൊക്കെ ഇതുമ്മ വല്ല അവരെ വണ്ടിയാന്ന് വിചാരിച്ചിട്ടൊന്ന് ഇതാക്കിയപ്പോൾ പണി പേളി. ആ കാർബൺ ഫൈബറായിട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി ഗൈസ്. റിവേഴ്സ് എടുത്ത് കയറ്റാൻ പറ്റുമോ? ഫ്രണ്ടിലധികം ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലെങ്കിലും ബാക്കിൽ അത്യാവശ്യം ഉണ്ട്. ബാക്കിലുണ്ട് തോന്നുന്നു. അങ്ങനെയാണ് എൻ്റെ പ്രതീക്ഷ. കയറില്ല ഗൈസ്. എന്ത് കഷ്ടമാണ് ഗൈസ് ഇത്. ഇങ്ങനെയൊക്കെ ഉണ്ടോ വണ്ടികൾ? ഇത്ര ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വണ്ടി? പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല സൂപ്പർ കാറല്ലേ. നമുക്ക് എന്തായാലും വീടിൻ്റെ ബാക്കിൽ കൊണ്ടുപോയിടാം വണ്ടി. വണ്ടിക്ക് എന്താ ഗൈസ്, ഗിയറിന് എന്തോ പ്രശ്നമുണ്ട്. കാരണം തീരെ വലിവില്ല, വലിവ് കിട്ടുന്നില്ല വണ്ടിക്ക്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒറ്റയടിക്ക് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് വലിവ് കിട്ടുന്നില്ല. അതാണ് നമ്മളെ വണ്ടിയുടെ മെയിൻ പ്രശ്നം. നമുക്ക് വണ്ടി ഇവിടെ എന്തായാലും ഇടാം. വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ വീട്ടിലേക്ക് പോവാം. സേഫാക്കി നിർത്തണം വണ്ടി. ഓക്കെ, നമ്മളിപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ സേഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗൈസ്? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടക്കാച്ചി ഗെയിം പ്ലേ വീഡിയോ വീണ്ടും കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ ഗൈസ്.